എല്ലാവർക്കും ദീപ്താസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ക്രിസ്മസിന് എല്ലാവർക്കും വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പ്ലം കേക്കിൻ്റെ റെസിപ്പിയാണ് ചെയ്യുന്നത്. ബീറ്ററോ ഓവനൊന്നും ഇല്ലാത്തവർക്കും വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കേക്കാണ്. ഇതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ കുറച്ച് ഓറഞ്ചിൻ്റെ തൊലിയൊന്ന് വിളയിച്ചെടുക്കാം. ഇതിൻ്റെ ഈ അടിവശത്തെ വെള്ള ഭാഗം എടുക്കരുത്, ഓറഞ്ച് ഭാഗം മാത്രം ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കാം. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ പഞ്ചസാരയും 1 ടേബിൾ സ്പൂൺ വെള്ളവും ചേർത്ത് ചെറിയ തീയിൽ വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇനി ഇതിലെ വെള്ളമെല്ലാം വറ്റിച്ചെടുക്കാം. കഴിയാവുന്നതും നമ്മളിത് തലേദിവസം തന്നെ തയ്യാറാക്കി വെക്കുകയാണെങ്കിൽ ഇതിലൊട്ടും കയ്പില്ലാതെ കിട്ടും. ഇനി നമുക്ക് പഞ്ചസാര ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കണം. അതിനായിട്ടൊരു പാത്രത്തിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെള്ളം ചേർക്കാം. തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് അലിയിച്ചെടുക്കാം. ഇനി ഇതുപോലെ ചെറുതായിട്ട് നിറം മാറി വരുമ്പോൾ തന്നെ നമ്മളിത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഈ ഒരു നിറം വന്നു കഴിഞ്ഞാൽ നമ്മളിതിലേക്ക് 7 ടേബിൾ സ്പൂൺ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഒഴിച്ചു കൊടുക്കാം. കൈ പൊള്ളാതെ കുറച്ച് അകലത്തിൽ പിടിച്ച് പെട്ടെന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി കേക്ക് ഉണ്ടാക്കാനായിട്ട് 1/4 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ കറുവപ്പട്ട പൊടിച്ചത്, 1/2 ടീസ്പൂൺ ജാതിക്ക പൊടിച്ചത്, 1/4 ടീസ്പൂൺ ഗ്രാമ്പു പൊടിച്ചത്, 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് 2 തവണ നന്നായിട്ട് അരിച്ചെടുക്കാം. ഇനി 1/4 കപ്പ് വീതം ടൂട്ടി ഫ്രൂട്ടി, കാഷ്യൂ നട്ട്സ്, ഉണക്കമുന്തിരി ഇത്രയും എടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ മൈദയിൽ ഇതൊന്ന് കോട്ട് ചെയ്തെടുക്കാം. ചെറിയ ഡേറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. ഒരു മിക്സിയുടെ ജാറിലേക്ക് 2 കോഴിമുട്ട, 1 ടീസ്പൂൺ വാനില എസൻസ് അല്ലെങ്കിൽ പൈനാപ്പിൾ എസൻസ് ഇതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് 1/4 കപ്പ് പഞ്ചസാര പൊടിച്ചത്, ഫ്ലേവർ ഒന്നുമില്ലാത്ത ഏതെങ്കിലും ഓയിൽ 1/4 കപ്പ് ചേർത്ത് കൊടുക്കാം. 1/4 കപ്പ് ബട്ടറും കൂടി ചേർത്ത് നന്നായിട്ട് ഒന്നും കൂടി അടിച്ചെടുക്കണം. ഇനി ഇതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള കാരമൽ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. ഏകദേശം 1/2 കപ്പോളം കാരമൽ സിറപ്പുണ്ട്. ഓറഞ്ച് പീൽ ചേർത്ത് കൊടുക്കാം. ഇനി ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശായിട്ട് ചേർക്കാം. ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ചേർത്ത് പതുക്കൊന്ന് മിക്സാക്കി എടുക്കാം. ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുള്ള ഒരു കേക്ക് ടിന്നിലേക്ക് ഈ ബാറ്റർ ഒഴിച്ച് കൊടുക്കാം. നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്തെടുക്കാം. ഇത് ബേക്ക് ചെയ്തെടുക്കാനായിട്ട് 5 ലിറ്ററിൻ്റെ ഒരു പഴയ കുക്കറാണ് എടുത്തിരിക്കുന്നത്. സ്ഥിരം യൂസ് ചെയ്യുന്ന കുക്കറാണെങ്കിൽ ചിലപ്പോൾ കംപ്ലൈൻ്റ് ഒക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് കഴിയാവുന്ന പഴയ കുക്കറിൽ ചെയ്തെടുക്കുകയായിരിക്കും നല്ലത്. 10 മിനിറ്റോളം പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള കുക്കറിലേക്കാണ് നമ്മൾ കേക്ക് ടിന് വെച്ച് കൊടുക്കേണ്ടത്. ഇതുപോലെ കുറച്ച് പൊങ്ങി നിൽക്കുന്ന ഒരു ബേസ് വെച്ച് കൊടുക്കുക. ഇതിൻ്റെ റബ്ബർ വാഷും വെയിറ്റും ഊരി വയ്ക്കാനായിട്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ആദ്യത്തെ ഒരു 5 മിനിറ്റോളം അത് മീഡിയം ഫ്ലെയിമിൽ വയ്ക്കാം. പിന്നീട് ലോ ഫ്ലെയിമിലേക്ക് മാറ്റാം. ഒരു 40-45 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് നന്നായിട്ട് ബേക്ക് ചെയ്ത് കിട്ടും. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.